ക്ലാസ് 9 ചാപ്റ്റർ 3 കെമിക്കൽ ബോണ്ടിങ് എന്ന പാഠം. കെമിക്കൽ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? രാസബന്ധനം. ചിൽഡ്രൻ വെർ amazed to see pictures of different types of molecules at the science exhibition. ശാസ്ത്ര പ്രദർശനത്തിൽ വ്യത്യസ്ത തന്മാത്രകളുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ കുട്ടികൾ അത്ഭുതപ്പെട്ടു. So many atoms had together like beads strung in a necklace. എത്രമാത്രം ആറ്റങ്ങളാണ് മാലയിലെ മുത്തുകൾ പോലെ കോർത്തു വെച്ചിരിക്കുന്നതെന്നാണ് അവർക്ക് അത്ഭുതം തോന്നിയത്. In the same way, atoms and molecules are arranged in an interconnected manner in our body and the various substances in our surroundings. നമ്മുടെ ശരീരത്തിലും ചുറ്റുപാടുമുള്ള വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളിലെല്ലാം ആറ്റങ്ങളും തന്മാത്രകളും പരസ്പരം ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഡു യു നോ വൈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ ദസ് കണക്റ്റഡ് ടു വൺ അനദർ ഇൻ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്? മൂലകങ്ങളിലും സംയുക്തങ്ങളിലും ആറ്റങ്ങളിലും തന്മാത്രകളിലും പരസ്പരം ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? നിങ്ങളിതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? It is the force of attraction between the constituent particles of matter that holds them together. പദാർത്ഥങ്ങളിലെ ഘടകകണങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അവയെ ചേർത്ത് നിർത്തുന്നത്. Let us learn about these forces that hold atoms and molecules together and also how to write the chemical formula of compounds. ആറ്റങ്ങളെയും തന്മാത്രകളെയും പരസ്പരം ചേർത്ത് നിർത്തുന്ന ഇത്തരം ബലങ്ങൾ സംയുക്തങ്ങളുടെ രാസസൂത്രം എന്ന രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സം സബ്സ്റ്റാൻസസ് ആർ ഗിവൺ ബിലോ. ഡിഫറൻഷിയേറ്റ് ദം ഇൻ ടു എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആൻഡ് ലിസ്റ്റ് ദം. ചില പദാർത്ഥങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മൂലങ്ങളും സംയുക്തങ്ങളും വേർതിരിച്ച് പട്ടികപ്പെടുത്തുക. പൊട്ടാസ്യം, ഓക്സിജൻ, വാട്ടർ, കോമൺ സാൾട്ട്, നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഷുഗർ. കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. കോമ്പൗണ്ടിൽ നമ്മൾ ഫില്ല് ചെയ്യണം. എലമെൻ്റ് എന്ന് വെച്ചാൽ മൂലകം, കോമ്പൗണ്ട്, സംയുക്തം. എന്തൊക്കെയാണ് എലമെൻറ്റ്സ്? പൊട്ടാസ്യം നമ്മൾ ഇതിൽ തിരഞ്ഞെടുത്തിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. അപ്പോൾ ഏതാണ് ആദ്യത്തെ? പൊട്ടാസ്യം. പിന്നെന്താണ്? ഓക്സിജൻ. പിന്നെ ഏതാണ് അതിലുള്ളത്? നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ. ഇനി കോമ്പൗണ്ട് സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? വാട്ടർ, ഇനി കോമൺ സാൾട്ട്, ഇനി എന്താണ്? ഷുഗർ. You know that there are 2 atoms in one molecule of hydrogen. If so, how many atoms are there in each substance given below? ഹൈഡ്രജൻ്റെ ഒരു തന്മാത്രയിൽ 2 ആറ്റങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഓരോ തന്മേലും എത്ര ആറ്റങ്ങളുണ്ടെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് എഴുതണം. ഓക്സിജൻ 0, 2 എങ്കിൽ നമ്പർ ഓഫ് ആറ്റം എന്താണ്? 2 അല്ലേ? ഇവിടെ ഓക്സിജൻ 2 ആയതുകൊണ്ട് അവിടെ ആറ്റം എത്രയുണ്ട്? 2. ഈ താഴെ കൊടുക്കുന്ന നമ്പറാണ് എന്ത്? ആറ്റം. ഇനി വാട്ടർ H2 0, ഇവിടെ 3 ആണ് കൊടുത്തത്. അതെങ്ങനെയാണ് H2 0 3 വന്നത്? ഹൈഡ്രജൻ 2 ആണ്, ഓക്സിജൻ എന്താണ്? 1 ആണ്. 2 3 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അതാണ് ഇവിടെ 3 വന്നത്. നൈട്രജൻ 2 N2 അല്ലേ? അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ ഇതിവിടെ എഴുതിയാൽ മതി 2. ഹീലിയം എത്രയാണ്? 1 ആണ്. നമ്മളിപ്പോൾ 1 എഴുതി. മീഥേൻ CH4 അല്ലേ? സി എന്നാണ് കാർബൺ ഒരെണ്ണുണ്ട്. 1 4 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. മീഥേൻ 5. ഇനി ഷുഗർ, കാർബൺ എത്ര ഒന്നുണ്ട്? 12, H22 0 11. ഇതെല്ലാം കൂടി നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 ആൻസർ കിട്ടും.
അത് ഇവിടെ എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം ഷുഗറിൻ്റെ എത്രയാണ് 45. It can be understood from table 3.2 that some molecules have more than one atom. ചില തന്മാത്രയിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. Why do atoms in a molecule stay together? തന്മാത്രകളിൽ ആറ്റങ്ങൾ ചേർന്ന് നിൽക്കാനുള്ള കാരണം എന്താണ്? Why do atoms combine to form molecules? എന്തിനാണ് ആറ്റങ്ങൾ സംയോജിച്ച് തന്മാത്രകളായി മാറുന്നത്? How do atoms combine? എങ്ങനെയാണ് ആറ്റങ്ങൾ സംയോജിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഈ ലെസൺ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ ഇൻ ദ സെയിം വേ? എല്ലാ ആറ്റവും സംയോജിക്കുന്നത് ഒരേ രീതി അതല്ല. നോ. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ വിത്ത് അതർ ആറ്റംസ്? എല്ലാ ആറ്റങ്ങളും തമ്മിൽ സംയോജിക്കാറുണ്ടോ? അത് യെസ്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് സച്ച് തിങ്സ്? ഹൗ മെനി ആറ്റംസ് ആർ ദർ ഇൻ എ മോളിക്യൂൾ ഓഫ് നോബൽ ഗ്യാസസ്? 18ാം ഗ്രൂപ്പിൽ വരുന്ന ഉത്കൃഷ്ടവാതകങ്ങളുടെ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ടായിരിക്കും? 1. ജനറലി ദേ ഡു നോട്ട് കമ്പൈൻ വിത്ത് അതർ ആറ്റംസ്. ഇവ പൊതുവെ മറ്റ് ആറ്റങ്ങളുമായിട്ട് യോജിക്കുന്നില്ല. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദിസ് ബൈ ഒബ്സർവിങ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇതിന് കാരണം എന്തെന്ന് താഴെയുള്ള ഈ പട്ടിക നോക്കിയാൽ മനസ്സിലാക്കാം. എലമെൻസുകൾ തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതായത് ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് നോബൽ ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം? ഹീലിയം ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8.